കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ പോലും കോൺഗ്രസിൽ ചേരുന്ന കാഴ്ചയാണ് പലയിടങ്ങളിലും കേരളത്തിൽ കാണാനാവുകയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. യുഡിഎഫിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതുയുഗയാത്രയുടെ കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തീകരിച്ച് തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷം തകരരുതെന്ന് യുഡിഎഫ് ആഗ്രഹിക്കുന്നു. അതിനായി ഒരുമിച്ച് നിന്ന് പൊരുതും. വിലക്കയറ്റത്തിൽ കഴിഞ്ഞ 11 മാസമായി ഇന്ത്യയിൽ കേരളം 1-ാം സ്ഥാനത്താണ്. അഭ്യസ്തവിദ്യരായ യുവതലമുറയിലുള്ളവരൊക്കെ മറുരാജ്യങ്ങളിലേക്ക് കടക്കുന്നു. വിദേശത്തുള്ളവർക്ക് നാട്ടിൽ തൊഴിൽ സംവിധാനം ഒരുക്കുമെന്ന് യുഡിഎഫ് ഉറപ്പു നൽകുന്നതായും 600 കിലോമീറ്ററുള്ള കേരള തീരദേശത്ത് മിഷൻ സമുദ്ര കോസ്റ്റൽ ഷിപ്പിംഗ് നടപ്പിലാക്കുമെന്നും ഇടതുഭരണം തകർത്ത സർവ്വ മേഖലയെയും തിരിച്ചെടുക്കാൻ ടീം യുഡിഎഫ് ഉടൻ അധികാരത്തിൽ വരുമെന്നും യാത്രാനായകൻ പറഞ്ഞു. സമ്പദ് വ്യവസ്ഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. പിണറായി വിജയൻ അടുത്ത മാസം ഭരണത്തിന് സലാം പറയുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. എടുക്കാവുന്ന സ്ഥലത്ത് മുഴുവൻ കടം വാങ്ങിച്ചു. ചിലര് കടം മേടിച്ച് തറവാട് മുടിപ്പിക്കുന്നത് പോലെ ഈ കേരളം എന്ന തറവാട് കടക്കണിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കപട ന്യൂനപക്ഷ പ്രേമം പറഞ്ഞെത്തിയവർ തോൽവി രുചിച്ചു. വരുന്ന തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ പ്രീണനത്തിനിറങ്ങുന്നു. LDF തീവ്ര വലതുപക്ഷമായി മാറിയിട്ടുണ്ടെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. പുതുയുഗയാത്രയുടെ കാസർഗോഡ് ജില്ലാതല പര്യടനം പൂർത്തിയാക്കി തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന പൊതുസമ്മേളനം MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. പി. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, CMP ജനറൽ സെക്രട്ടറി CP ജോൺ, മുൻ മന്ത്രി അനൂപ് ജേക്കബ്, ഷാനിമോൾ ഉസ്മാൻ, OJ ജനീഷ്, ജെബി മേത്തർ, NK പ്രേമചന്ദ്രൻ MP, കല്ലട്ര മാഹിൻ ഹാജി, A. ഗോവിന്ദൻ നായർ, സോണി സെബാസ്റ്റ്യൻ, ഹക്കീം കുന്നിൽ, ബാലകൃഷ്ണൻ പെരിയ, DCC പ്രസിഡന്റ് PK ഫൈസൽ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.